ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് ഡിഷായിട്ടാണ് കിണ്ണത്തപ്പം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിവിടെ ശർക്കര യൂസ് ചെയ്തിട്ടുള്ള കിണ്ണത്തപ്പമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ 1.5 അച്ചിൻ്റെ ശർക്കര പാനിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ചില ശർക്കരയ്ക്ക് നല്ല മധുരമായിരിക്കും, ചിലതിന് മധുരം കുറവായിരിക്കും. സോ ഒരു 2 അച്ച് ശർക്കരയെങ്കിലും ഉരുക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ മധുരം എത്ര വേണോ അതനുസരിച്ച് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചേർത്ത് കൊടുക്കുമ്പോൾ ശർക്കര പാനിക്ക് ചൂടുണ്ടാവാൻ പാടില്ല. അത് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവണം നമ്മുടെ ബാറ്റർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത കപ്പ് തേങ്ങാപ്പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവർക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നോർമലി ഞാൻ ചേർക്കാറില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്റർ. ഈ ബാറ്റർ ഞാനൊരു 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പം നമുക്ക് കിട്ടും. 1 മണിക്കൂറിന് ശേഷം എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ബാറ്ററിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് ആ മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പം ഉണ്ടാക്കാനുള്ള കിണ്ണ എടുക്കുക. അതിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റീമർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്ത് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം വയ്ക്കുക. അതിന് മുകളിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് വയ്ക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കൂടുതൽ തിക്നെസ് കിണ്ണത്തപ്പത്തിന് അത്ര നല്ലതല്ല. തിക്നെസ് കുറഞ്ഞതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മൂടി വെച്ച് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ആ ബാറ്ററുടെ കുറച്ച് ഭാഗം അതിൻ്റെ ഒപ്പം പോരും. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് ഇതേപോലെ തിന്നായിട്ട് ഉണ്ടാക്കണം. കട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര നന്നാവില്ല. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പം. നല്ല സോഫ്റ്റാണ്, നമുക്ക് പിടിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്